ഇനി ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് ബാക്ക് സൈഡിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ പീസ് ഞങ്ങളുടെ താഴെയുള്ള മെയിൻ പീസിനെ ആഡ് ചെയ്യണം. ഫസ്റ്റ് മെയിൻ പീസിനെ ഇതിലേക്ക് സ്റ്റിച്ചിങ് ചെയ്യണം. അടിയുടെ ഭാഗം കുറച്ച് മുകളിൽ കാണിക്കാം. ഈ ഭാഗം ഈ പീസിനെ എടുത്തു. ഇനി ഞങ്ങൾ ഇതിലേക്ക് വെക്കുന്നതാണ് ബാക്ക് പോർഷനിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്ന് ഇവിടെ വെച്ചു, ഇവിടേക്ക് വെച്ചു. ഇനി വെച്ചല്ലേ, ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ കട്ട് കൊടുത്തിട്ടുണ്ടല്ലേ, സോറി, ഇവിടെ നിന്ന് വെച്ചു. ഇവിടെ കട്ട് സെൻറ്റർ പോർഷനിലേക്ക് കട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കട്ടിനെ ഞങ്ങൾ ഇതിൻ്റെ സെൻറ്ററാണ് സിപ്പ് വെച്ച സെൻറ്റർ, ഇവിടേക്ക് വെച്ചിട്ട് ഒരു പിന്നിടണം. പിന്നിട്ടിട്ട് പിന്നെ ഞങ്ങൾ അതുപോലെ തന്നെ പിന്നിട്ടിട്ടേ ഞങ്ങൾ ഇതിനെ ഇതുപോലെ പ്ലേറ്റ്സ് വെക്കണം. പ്ലേറ്റ്സ് എങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിനെ ഉയർത്തണം. ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഉയർത്തി ഇതുപോലെ ഇങ്ങനെ ചെയ്ത് പിടിച്ചു. ഇതിനെ ഇങ്ങനെ ചെയ്യണം. കുറച്ച് നോക്കണം. ഇതുപോലെ ഇങ്ങനെ ഈ പീസിനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ വെക്കണം. ഇതുപോലെ വെച്ചോ. നിങ്ങൾ ബീഡ്സ് ഇട്ടോ എടുക്കാം. നിങ്ങൾ ബീഡ്സ് ഇട്ടിട്ട് ഇതുപോലെ ബീഡ്സ് ഇട്ടിട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് പേപ്പർ കട്ട് നമ്മുടെ പെയ്ഡ് കോഴ്സിലുണ്ടല്ലേ, ഇതുപോലത്തെ ഡ്രസ്സ് ഉണ്ടല്ലേ, സ്റ്റാർട്ടിങ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പേപ്പർ കട്ടിങ് ആയ പിന്നെ ഇത് ഫസ്റ്റായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇതിനെ സ്റ്റിച്ചിങ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഗമ്മ് കൊണ്ടിട്ട് ഒരു ഗമ്മെടുത്ത് പേപ്പറിൽ ഇതുപോലെ ചെയ്ത് ഗമ്മിട്ട് കൊടുത്ത് ഞങ്ങൾ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പഠിച്ച് പിന്നെ ഞങ്ങൾ ക്ലോത്തിൽ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ ഈസിയാവും, പെട്ടെന്ന് മനസ്സിലാവും. ഇതുപോലെ ചെയ്ത് നിങ്ങൾ ബീഡ്സ് ഇട്ട് ഫുള്ളായിട്ട് ബീഡ്സ് ഇട്ട് പിന്നെ സ്റ്റിച്ചിങ് ചെയ്യണം. ഇനി ഞാൻ സ്റ്റിച്ചിങ് ചെയ്യാം. സെൻറ്റർ പോർഷനായി ഇനി നെക്സ്റ്റ് അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യാം. ഇതിൻ്റെ ഫിനിഷായി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിലേക്ക് ഞങ്ങൾ ലൈനിങ്ങിനെയും അതേപോലെ ആഡ് ചെയ്യണം. ഇതിൻ്റെ മുകളിലേക്ക് ലൈനിങ്ങിനെ വെക്കണം. ഇങ്ങനെ ലൈനിങ് വെച്ച് അതേ സെയിം ഫ്രില്ല് ചെയ്ത് എടുക്കാം. സെൻറ്റർ പോർഷനിലേക്ക് സെയിം ബീഡ്സ് വെച്ചിട്ട് അതേപോലെ ഫ്രില്ല് ചെയ്ത് എടുക്കാം. ഞങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഫ്ലീറ്റ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. നിങ്ങളെടുത്തോളെ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി പിന്നെ ഓപ്പണായിട്ട് നോക്കുമ്പോൾ ഫിനിഷായി ഇതായി ഇങ്ങനെയായി. ഇനി ഞങ്ങൾ ഫ്രണ്ട് പോർഷനിലേക്ക് എടുക്കാം. അതേപോലെ ഇതിനെ 2 ഫോൾഡ് ചെയ്ത് ഇവിടെ ഒരു സെൻറ്റർ പോർഷനിലേക്ക് മാർക്കിടാം. ഇങ്ങനെ മാർക്കിടാം. ചോക്ക കൊണ്ടിട്ട് മാർക്കിട്ടു. ഇനി അതേപോലെ മെയിൻ പീസിനെ വെച്ച് ഇതുപോലെ വെച്ചു. ഇതിൻ്റെ സെൻറ്റർ പോർഷന് ഇതിലേക്ക് വെച്ചു. ഞങ്ങൾ പ്ലീറ്റ്സ് വെക്കണം. ഇതുപോലെ ഇങ്ങനെ
ഞാനിതൊന്ന് പ്ലേറ്റ്സ് വെച്ചിട്ട് കാണിക്കാം, മനസ്സിലായില്ലെങ്കിൽ. ഒന്ന് അടുപ്പിച്ച് വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലും അതുപോലെ തന്നെ ലൈനിങ് വെക്കാം. ബാക്കിൽ വെച്ച പോലെ തന്നെ ലൈനിങ് വെച്ചിട്ട് അതേപോലെ സ്റ്റിച്ചിങ് ചെയ്ത് എടുക്കാം. ഇതുപോലെ ചെയ്തു ഇതായി. ഇനി ഇതിനെ റിട്ടേൺ ചെയ്യണം. ഇതിൻ്റെ ഒന്ന് നോക്കണേ, ഫിനിഷിംഗായി. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ഈ പാർട്ടും ഞങ്ങൾ ടേൺ ചെയ്ത് ഉള്ളിൻ്റെ ഭാഗത്തിലേക്ക് ഞങ്ങൾ വെച്ചിട്ട് 1/2 ഇഞ്ചിലേക്ക് ഞങ്ങൾ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ചിലേക്ക് ഇതുപോലെ ഇവിടെ